നമസ്കാരം. ചൊവ്വയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇത്. ചൊവ്വ രാശി മാറാൻ പോവുകയാണ്. എന്നാൽ ചൊവ്വയുടെ രാശിമാറ്റത്തിന് അല്പം ദിവസങ്ങൾ കൂടിയുണ്ട് എന്നത് വാസ്തവമാണ്. ചൊവ്വ രാശി മാറാൻ പോകുന്നത് ജൂൺ 1-നാണ്. ജൂൺ 1-ന് ചൊവ്വ മേടം രാശിയിലേക്ക് പ്രവേശിക്കും. അതിനാൽ തന്നെ ജൂൺ 1 മുതൽ 12 വരെ ചില രാശിക്കാർക്ക് ശുഭകരമായ ചില ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. രുചകയോഗം ഇവർക്ക് ഈ സമയം വന്നു ചേരും. ആദ്യം എന്താണ് രുചകയോഗം എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ രുചകയോഗം മൂലം അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നത് എന്നും ഈ വീഡിയോയിലൂടെ പറയുന്നതാകുന്നു. ചൊവ്വ സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മൂലക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ സ്ഥിതി ചെയ്യുകയാണ് എങ്കിൽ രുചകയോഗം രൂപാന്തരപ്പെടും എന്നാണ് പറയുക, അഥവാ രുചകയോഗം രൂപം കൊള്ളുന്നതാകുന്നു. അതിന്റെ ഫലമായി രാശികൾ ലഗ്ന കേന്ദ്രങ്ങളായി മാറുന്നു. അതിലൂടെ രുചകയോഗം മഹായോഗമായി മാറുകയും ചെയ്യും. രുചയോഗ ഫലമുള്ളവരാണ് എങ്കിൽ അവർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഐശ്വര്യവും കീർത്തിയും ആരോഗ്യവും സൗന്ദര്യവും ദാനശീലവും ഉള്ളവരായി തീരും എന്നാണ് പറയുക. അത്രമേൽ ഫലങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കൂടാതെ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. ശത്രുക്കളെ ജയിക്കുവാനും ധനവാനായി ജീവിതത്തിൽ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുവാനും സാധിക്കും. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ് രുചകയോഗം എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ രുചകയോഗം മൂലം അത്ഭുതകരമായ നേട്ടങ്ങൾ കടന്നു വരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്ന് നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് പൊതുവെ ശുഭകരമായ ഒരു സമയമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം ഓർക്കുക. ചൊവ്വയുടെ സംക്രമണ സമയം മുതൽ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യസമയം ആരംഭിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ ജീവിതത്തിൽ രാജയോഗം ആരംഭിക്കും. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരത്തിൽ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ രാശിക്കാരിൽ ചൊവ്വയുടെ രുചകയോഗം അനുകൂലമായ മാറ്റങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കരിയറിൽ വളരെയധികം ഉയർച്ച, പുരോഗതി എന്നിവ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അത്ഭുതപ്പെടുത്തുന്നതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം മുടങ്ങിക്കിടക്കുന്നതായ പല തരത്തിലുള്ള ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏതെങ്കിലും കരാറുകൾ ലഭിക്കാനായിട്ടുണ്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ മേടം രാശിക്കാർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ സഹായകരമായ അനുകൂലമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ അത് ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ടും വന്നു ചേരും. ധനപരമായ നേട്ടങ്ങളും കൂടാതെ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അഥവാ അറിയുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ രുചകയോഗം നൽകുന്നു അഥവാ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കാരണം ഈ സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമായ സമയമാകുന്നു. പുതിയ ജോലി ലഭിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും.
ജോലിയിൽ ഉയർച്ച നേടുവാനും സാധിക്കും. കൂടാതെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. മാത്രമല്ല, ഇഷ്ടമുള്ള ജോലി ലഭിക്കുകയും അത് വിദേശത്തോ നാട്ടിലോ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഇനി അധികം ദിവസമില്ല ഇവരുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വന്നു ചേരുവാൻ. പ്രധാനമായും ജൂൺ മുതൽ, അതായത് ജൂൺ 1 മുതൽ തന്നെ മാറ്റങ്ങൾ ആരംഭിച്ചു തുടങ്ങും എന്ന് പറയാം. തീർച്ചയായും ഇത്രയും ദിവസം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാണ്. അതിനാൽ തന്നെ ഈ സമയം പല രീതിയിലുള്ള നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ചൊവ്വയുടെ അനുകൂല സ്വാധീനം ഉള്ളതിനാൽ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശത്രുക്കൾ മാപ്പ് പറയുന്ന അവസ്ഥ പോലും വന്നു ചേരാം. അത്തരത്തിൽ വളരെ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഈ നിമിഷം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അഥവാ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. നിങ്ങൾ പ്രവർത്തിക്കുന്നതായ പല മേഖലകളിലും ഇത്തരത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായും ബിസിനസ് പരമായും അതേപോലെ തന്നെ നിങ്ങളുടെ വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം വന്നു ചേരാം. അത്തരത്തിൽ ഏതൊരു കാര്യത്തിലും ധനപരവും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം. തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രുചകയോഗം അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. ജൂൺ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചൊവ്വയുമായി ബന്ധപ്പെട്ട ഈ ഫലങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ആ കാര്യത്തിൽ സംശയം വേണ്ട. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാലും ഒരു 70-75% വ്യക്തികൾക്കും ഇതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്നതാണ് വാസ്തവം. ഭാഗ്യം നിങ്ങൾക്ക് സഹായകരമായി തീരും. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കാം. അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായും തൊഴിൽപരമായും നിങ്ങൾക്ക് വന്നു ചേരും. ജോലി ലഭിക്കാൻ, ജോലി മാറാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായി തീരും. തടസ്സങ്ങളായി നിൽക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായി നിങ്ങൾക്ക് ഭവിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, വിദ്യയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അതിനുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം സൃഷ്ടിക്കുന്നതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ അനുകൂലമായ മാറ്റങ്ങൾ, സ്വയം മാറ്റത്തിന് വിധേയമാകുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മാറ്റം നിങ്ങൾക്ക് തന്നെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല വഴികളിലൂടെയും പണം സമ്പാദിക്കുവാൻ സാധിക്കും. കൈവായ്പ തിരികെ ലഭിക്കുക, അതല്ല ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, ബിസിനസ് പരമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും എന്ന് തന്നെ പറയാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികൾ ഒരു പരിധി വരെ തരണം ചെയ്യുവാൻ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ, പൊതുഫലപ്രകാരം നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ, വിജയം ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു സമയമാകുന്നു. മനക്ലേശങ്ങളുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുരാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചൊവ്വയുമായി ബന്ധപ്പെട്ട ഈ രാശിമാറ്റം നിങ്ങൾക്ക് രുചയോഗത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട്, അതായത് വിദേശത്ത് പഠിക്കാൻ, ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് കാണുന്നത്. അതിനാൽ തന്നെ ഈ സമയം
നിങ്ങൾക്ക് ഇത്തരം ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. അനുകൂലമായ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ബിസിനസ് പരമായി നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. പല കരാറുകളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. നഷ്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ പുതിയ കരാറുകൾ ലഭിക്കുക, ലോൺ ശരിയാവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ ചില മുന്നേറ്റങ്ങൾക്കുള്ള സാധ്യത തെളിയും. കൂടാതെ സമ്പത്ത് നേടുവാനുള്ള സാധ്യത ഈ സമയം ഈ രാശിക്കാർക്ക് കൂടുതലാകുന്നു. കടം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ കടം പരിഹരിക്കാനുള്ള വഴികൾ തെളിയും. അതായത് കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ്. വിദ്യയിൽ ഉയർച്ച നേടാം. രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം തുണയ്ക്കുന്ന സമയമായതിനാൽ തന്നെ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിലും വിജയങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് ചൊവ്വയുടെ സ്വാധീനത്താൽ തന്നെ പണം ലാഭിക്കുവാൻ നിങ്ങൾ വിജയിക്കും. ഈ സമയം പല രീതിയിലുള്ള ചെലവുകൾ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അനുകൂലമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം തന്നെയാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം. കാരണം രുചക രാജയോഗം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, മാറ്റങ്ങൾ നൽകുന്ന സമയമാകുന്നു. എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. എല്ലാ വിധത്തിലുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ ഭാഗ്യം തുണയ്ക്കുന്നതായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ, ധനപരമായ ഉയർച്ച വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ജോലി മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് ജോലിക്കുള്ള സാധ്യതകൾ തുറക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം അല്പം മെച്ചപ്പെടുന്നതായ അവസരം വന്നു ചേരും. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ജീവിതം മികച്ച നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങൾ എന്ത് തന്നെ ചെയ്യുന്നുവോ അതിൽ ഭാഗ്യം തുണയ്ക്കുന്ന സമയമായതിനാൽ വിജയം നേടുവാനുള്ള സാധ്യത പതിവിലും കൂടുതലാണ് എന്ന് പറയാം. അത്തരത്തിൽ അനുകൂലമാണ് സമയം. വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മനസമാധാനം ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ കടന്നു വരും. എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്കും അനുകൂലമാണ് സാഹചര്യം എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് രുചകയോഗം അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയമാണ്. ഈ സമയം ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ പല വഴികളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും. ജോലി മാറാനുള്ള അവസരമോ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം വന്നു ചേരും. കൂടാതെ സന്തോഷത്തിൻ്റെതായി മാറും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തന്നെ ദുരിതങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. കണ്ടില്ല എന്ന് നടിക്കരുത്. ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ധനപരമായ നേട്ടങ്ങൾക്ക് വഴിവെക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. കരാറുകൾ അനുകൂലമാവുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ചയ്ക്കുള്ള വഴികൾ തെളിയും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. കൈവായ്പകൾ തിരികെ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലം തന്നെയാകുന്നു. അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുക തന്നെ ചെയ്യും.